കാലിപ്പൻ മാഷിന്റെ ആമ്പൽപ്പൂവ്. രചനാവതരണം നന്ദു അച്ചുകൃഷ്ണ. നീ പറയുന്നതൊക്കെ നേരാ. അവൾക്ക് സങ്കടമാകുമെന്ന് കരുതി പറയാതിരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം എനിക്കോ മാമനോ അവനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റുന്നതിലും അധികം അവൻ മുന്നോട്ട് പോയി കഴിഞ്ഞു. അപ്പൊ പിന്നെന്തായാലും അവൻ പറഞ്ഞ് മോള് കാര്യം പറയും, ഉറപ്പാണ്. അവനൊന്ന് നിശ്വസിച്ചു. അപ്പൊ പിന്നെ നീ പറയുന്ന പോലെ അത് പെട്ടെന്ന് കേൾക്കുമ്പോൾ അവൾക്കുണ്ടാവുന്ന സങ്കടം ചിലപ്പോൾ നമ്മൾ ഊഹിക്കുന്നതിന്റെ മുകളിലാവും. സോ അവളോട് കാര്യങ്ങളെല്ലാം നേരെ ചൊവ്വേ പറയും തന്നെയാവും നല്ലത്. യെസ്, അതാണ് വേണ്ടത്. അല്ലാതെ അവളെ ഒളിപ്പിച്ച് നിങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റുന്ന പ്രശ്നമായിരുന്നെങ്കിൽ ഞാൻ ഇതിനൊന്നും നിർബന്ധിക്കില്ലായിരുന്നു. പക്ഷെ അതൊക്കെ എപ്പോഴേ കടന്നുപോയിരിക്കുന്നു. ആകെ ഒരു സമാധാനം ഉണ്ടായിരുന്നത് അപ്പച്ചിയായിരുന്നു. ഇതിപ്പോ അവരും കൂടി മോന്റെ ഭാഗത്തേക്ക് കൂടിയപ്പോ നമുക്ക് മുന്നിൽ ബ്ലോക്ക് ചെയ്യാൻ ഇനി ഒന്നുമില്ല. അഫ്കോഴ്സ് അശോകമാമൻ ഉണ്ടാവും. പക്ഷെ ഇവിടെ അവളുടെ അമ്മയും ചേച്ചിയും ഒക്കെ കംപ്ലീറ്റ് സിദ്ധുവിന്റെ പക്ഷത്താവും നിൽക്കുക. കാരണം ഞാൻ പറയാതെ തന്നെ ഏട്ടൻ ഊഹിക്കാമല്ലോ. സോ തിരിച്ചു കിട്ടാൻ പോകുന്ന 50 സെന്റിന് മുകളിൽ മിക്കവാറും അവളുടെ ഡോക്ടർ സ്വപ്നം കപ്പല് കയറും. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ അതിന് അനുവദിച്ചു കൊടുക്കാൻ പാടുണ്ടോ വിഷ്ണുക്കുട്ടാ? തമാശയായിട്ടാണെങ്കിലും അവൾ കാര്യത്തോടെയാണ് അത് ചോദിച്ചത്. ഒരിക്കലുമില്ല. അതാണ് ഇപ്പോഴാ എന്റെ വിഷ്ണുക്കുട്ടൻ പഴയ വിഷ്ണുക്കുട്ടനായത്. അല്ലാതെ ഇതൊരുമാതിരി നനഞ്ഞ പട്ടം മാതിരി. എടി എടി, അതിന്റെ ഇടയിലൂടെ നീ എനിക്കിട്ടുണ്ടാക്കിക്കൊണ്ട് വരല്ലേ. ആരടി നിന്റെ വിഷ്ണുക്കുട്ടൻ? എടി പോത്തെ, മര്യാദയ്ക്ക് എന്നെ ഏട്ടെന്ന് വിളിച്ചോണം. അല്ലെങ്കിൽ ഉണ്ടല്ലോ. അല്ലെങ്കിൽ താൻ എന്ത് ചെയ്യും? അവളും വിട്ടുകൊടുത്തില്ല. അത് നിന്നെ കെട്ടി എന്റെ വീട്ടിൽ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് ഞാൻ പറഞ്ഞു തരാം. ഹൂവ, നോക്കിയിരുന്നോ, തന്നെ ഞാനിപ്പോ കെട്ടാം. കെട്ടുമടി, നിന്നെ ഞാൻ മാത്രമേ കെട്ടത്തുള്ളൂ. അഹങ്കാരി. അഹങ്കാരി തന്റെ പെണ്ണുമ്പിള്ളയാടോ. ആ, അവളെ തന്നെയാ വിളിച്ചത്. ഒന്നും രണ്ടും പറഞ്ഞു തുടങ്ങിയ വഴക്ക് അവസാനം ഒരു രക്ഷയില്ലാതെ വന്നതും നിന്നെ കെട്ടുന്നതിന് മുന്നേ തന്നെ 5-6 എല്ലെങ്കിലും ഞാൻ ചവിട്ടി ഓടിക്കുമടി പട്ടി. പറയുന്നതിനൊപ്പം തന്നെ വിഷ്ണു ഫോൺ കട്ട് ചെയ്തു. കയ്യിൽ മുറുക്കി പിടിച്ച് ഫോണുമായി കട്ടിലേക്ക് വീഴുമ്പോൾ അവളുടെ ചുണ്ടിൽ മനോഹരമായ ഒരു പുഞ്ചിരിയായിരുന്നു. നൈസായിട്ട് മോൻ പ്രപ്പോസ് ചെയ്ത് എനിക്ക് മനസ്സിലായില്ലെന്നൊന്നും കരുതണ്ട. ഇതേ സമയം മനസ്സിലുള്ളത് അറിയാതെ പുറത്തു വന്നതിന്റെ ഒരു ചമ്മലായിരുന്നു വിഷ്ണുവിനും. ഹാ, എന്നായാലും പറയേണ്ടതാണ്. പിന്നെ ഈ പരട്ടിയോട് റൊമാൻറ്റിക് ആയിട്ടൊന്നും ഒരു പറച്ചിൽ നടക്കത്തുമില്ല. അപ്പൊ പിന്നെ ഏത് നേരത്താണെങ്കിലും ഇങ്ങനെയൊക്കെ പറയാനേ വഴിയുള്ളൂ. ഇനിയിപ്പൊ എന്റെ കൊച്ചിന്റെ കാര്യത്തിൽ അവൾ കുറച്ചുകൂടി ഉത്തരവാദിത്തം കാണിക്കും. ചമ്മൽ ഒഴിവാക്കാൻ സ്വയം പറഞ്ഞതാണെങ്കിലും ലോകത്ത് ഒരു ബന്ധമില്ലെങ്കിലും രമ്യ അവളുടെ ആമ്പലിനെ പൊന്നുപോലെ നോക്കുമെന്ന് അവൻ അറിയാമായിരുന്നു. അതേസമയം മറ്റു ചില തീരുമാനങ്ങളും അവനിടയിൽ എടുത്തു. കുറെ നേരമായല്ലോ സ്വപ്നം കാണാൻ തുടങ്ങിയിട്ട്. എന്താടി? കയ്യിലിരുന്ന ചായ അവൾക്ക് നേരെ നീട്ടി ആമ്പൽ കട്ടിലേക്ക് കയറിയിരുന്നു. അത് വിട്, ഒരു ചായ എടുക്കാൻ പോകാൻ ഇത്രയും നേരമോ? അത് പിന്നെ അപ്പച്ചി വിളിച്ചു. എന്നിട്ട് രമ്യയുടെ മുഖം ഒന്ന് ഞെട്ടി. എന്നിട്ടെന്താ? ഏട്ടനെ പോലെ ഏതാണ്ടൊക്കെ ഉപദേശങ്ങൾ. ഇഷ്ടക്കേടോട് അവൾ മുഖം വെട്ടിച്ചു. നഴ്സിംഗോ ലാബ് ടെക്നീഷ്യനോ ഏതാണ്? അതിലും അഡ്വാൻസ് ആണ്. തയ്യൽ പഠിക്കാൻ പോയാൽ മതി പോലും. ആഹാ, ഫ്രഷ് ഫ്രഷ്. അശോകമാമൻ കേട്ടാൽ പെങ്ങളുടെ തല തല്ലി പൊട്ടിക്കും. നല്ലോണം പുച്ഛിച്ചുകൊണ്ട് അവൾ ചായയൊന്ന് മൊത്തി. തള്ളേ മോനെയും കള, നീ സാറിനെ വിളിക്കാറുണ്ടോ? സാഹചര്യം ലഘുവാക്കാൻ എന്ന പോലെ അവൾ ഏതന്റെ കാര്യം എടുത്തിട്ടു. നേരു പറഞ്ഞാൽ സിദ്ധുവിന്റെ തനിക്കോണം പറയാൻ പറ്റിയ സന്ദർഭമായിരുന്നു. പക്ഷേ അശോകമാമനെ കൊണ്ട് പറയിപ്പിച്ചോളാം എന്നുള്ള വിഷ്ണുവേണ്ട വാക്കിന്മേലാണ് ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്. അച്ഛന്റെ ഫോൺ കയ്യിലുള്ളത് കൊണ്ട് 2 ദിവസം ഒരു നേരമൊക്കെ വിളിക്കാറുണ്ട്. പറയുമ്പോൾ കുറച്ചു മുന്നേ ഉണ്ടായിരുന്ന അവളുടെ മുഖമൊക്കെ മാറി ഒരുതരം വല്ലാത്ത സന്തോഷമായിരുന്നു ആ വാക്കുകളിൽ. ആഹാ, കാമുകി ചുവന്നല്ലോ. രമു, വേണ്ടാട്ടോ. താടിയിൽ പിടിച്ച് കളിയാക്കിയ വിരൽത്തുമ്പിനെ തട്ടിപ്പറയുമ്പോഴും അവളിൽ നിറഞ്ഞ പുഞ്ചിരി തന്നെയായിരുന്നു. എന്നിട്ട് എന്തു പറയുന്നു നിന്റെ കാമുകൻ? അവൾ ആ കട്ടിലേക്ക് മലർന്നു കിടന്നുകൊണ്ട് ചോദിക്കുമ്പോൾ അവിടെ ഒരാളുടെ മുഖം വീർത്ത് കെട്ടിയിട്ടുണ്ട്. രമു, ചുമ്മാ ഏട്ടനെ വേണ്ടാത്ത പേരിട്ടൊന്നും വിളിക്കണ്ട കേട്ടോ. ആഹാ, ഏട്ടൻ അവിടെ വരെയൊക്കെ എത്തിയോ? സോ ഫാസ്റ്റ് ചക്കരേ. പെണ്ണിനെ ചുമ്മാ ഇങ്ങനെ കളിപ്പിക്കാൻ നല്ല രസം. കഷ്ടം കിട്ടും രമു. ഇന്ന് ഈ കലപരിപാടിയൊക്കെ കാരണം ഒന്ന് വിളിക്കാൻ പോലും പറ്റിയിട്ടില്ല. അച്ചോടാ, പാവം കാമുകി. രമുവിന്റെ കളിയാക്കൽ നിന്നില്ല. അവളോട് എന്തു പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് തോന്നി ആമ്പല് പിന്നെ വെറുതെ ചിരിച്ചുകൊണ്ടിരുന്നു. അതെ, സാറിനെ വിളിക്കണോ? ചെവിക്കടുക്കിലേക്ക് എത്തി രഹസ്യം പോലെയാണ് ചോദ്യം. എങ്ങനെ? പുറത്തേക്ക് നോക്കി പേടിച്ചുകൊണ്ടാണ് അവൾ ചോദിച്ചത്. അമ്മ ഒറ്റയ്ക്ക് വീട്ടിലുള്ളപ്പോൾ പോലും ഭയന്നാണ് ഫോൺ എടുക്കുന്നതും 2 വാക്ക് മിണ്ടുന്നതും. ഇപ്പൊ പിന്നെ സിദ്ധുവേട്ടനും കൂടിയുണ്ട്. നിനക്ക് വിളിച്ച് കാര്യം പറയണോ വേണ്ടായോ അത് പറ. ഉം പക്ഷേ ഒരു പക്ഷേമില്ല. വെൻ രമു ഈസ് ഹിയർ, നോ വറി ടു ഫിയർ. നീ ചൊള്ളിക്കോ സല്ലം. ബാക്കിയൊക്കെ നാം പാത്തുടുവേ. അവളുടെ കവിളിൽ ഒന്ന് അമർത്തി ചുംബിച്ച് രമ്യ വാതിലും തുറന്ന് പുറത്തേക്കിറങ്ങി. അവൾ എന്തു ചെയ്യുവാ മുറിയിലിരുന്നിട്ട്? നീ അവളെ ഇങ്ങ് വിളിച്ചോണ്ട് വന്നേ.
എന്നിട്ട് ഈ ചിക്കൻ ഒന്ന് പൊരിക്കാൻ പറ. അടുക്കളയിലേക്ക് കയറി ചെല്ലുന്ന രമ്യയെ കണ്ട് മഞ്ജു ഇത്തിരി ദേഷ്യത്തിലാണ് പറഞ്ഞത്. അവള് ബാത്റൂമിൽ പോയി. പിന്നെ മഞ്ജുമ്മ അവളെ കൊണ്ട് ചിക്കൻ പൊരിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത്. കഴുകി വെച്ചിരുന്ന ഒരു ക്യാരറ്റ് എടുത്ത് കടിച്ചുകൊണ്ട് അവൾ മഞ്ജുവിനെ ഇടം കണ്ണിട്ടൊന്ന് നോക്കി. അതെന്താ? അത് പിന്നെ മഞ്ജുമ്മ ഇതൊക്കെ ഉണ്ടാക്കുന്നത് സിദ്ധുവേട്ടന് വേണ്ടിയല്ലേ? അപ്പൊ പിന്നെ അവൾ അറിയാതെ അതെങ്ങാനും കരിച്ചാൽ പിന്നെ ഏട്ടന് മഞ്ജുമ്മ ഉണ്ടാക്കുന്ന ആഹാരമാണ് ഇഷ്ടവും. ബാക്കിയൊക്കെ മഞ്ജുമ്മയുടെ ഇഷ്ടം. ഹലോ. കാറ്റുപോലെ ആ കുഞ്ഞു ശബ്ദം കാതിനെ കുളിരണിയിച്ചു. പറയണ്ട കണ്ണാ. അവളുടെ ആ നിശ്വാസം നെഞ്ചിൽ തട്ടിയ പോലെ മിടിപ്പുയർന്ന ഹൃദയത്തെ മെല്ലെയും തട്ടി ശാന്തമാക്കിക്കൊണ്ട് അവൻ അത്രയും സ്നേഹത്തോടെ വിളിച്ചു. എവിടെയാ? ചുറ്റുപാടും നോക്കി അടഞ്ഞുകിടക്കുന്ന വാതിൽ അങ്ങനെ തന്നെയല്ലേന്ന് ഉറപ്പുവരുത്തി അവള് കട്ടിലിന്റെ അങ്ങേ സൈഡിൽ മുട്ടുകുത്തിയിരുന്ന് തല കട്ടിലിലേക്ക് ചരിച്ചു വെച്ചു. നമ്മുടെ മുറിയിൽ. അവൻ അത് പറഞ്ഞതും ഇപ്പുറത്തുള്ളവളുടെ ശാന്തം ഒരു നിമിഷം നിന്നതവൻ അവിടെ നിന്നറിഞ്ഞു. ശ്വാസം വിടണ്ട അമലു. പെണ്ണ് അങ്ങനെ തന്നെ ഇരിക്കുകയാണെന്ന് ചിന്തിച്ച് ചെറിയ ചിരിയോടെ പറഞ്ഞതും അപ്പുറത്തുള്ളവളുടെ മുഖവും വിടർന്നു. അതിപ്പോ എന്റെ മുറിയല്ലല്ലോ. പെണ്ണിൽ തെല്ല് കുറുമ്പ് നിറഞ്ഞു. ആര് പറഞ്ഞു അല്ലെന്ന്? ഈ മുറിയും ഈ വീടും ഈ വീട്ടിലുള്ളവരും. പിന്നെ പിന്നെ ശബ്ദം നേർത്തു. അമലുവിന്റെ ഈ ഹരനും ഒക്കെ പിന്നെ ആരുടെ സ്വന്തമാ? അവനിലും ആവോളം കുസൃതി ഉണ്ടായിരുന്നു ആ നേരം. അത് കേൾക്കെ പെണ്ണിന്റെ ചൊടികൾ കാട്ടുമുല്ലകളായി. അങ്ങനെ ചിരിച്ചുകൊണ്ടിട്ട് കാര്യമില്ല കേട്ടോ. എനിക്ക് മറുപടി വേണം. പെണ്ണ് പെട്ടെന്ന് ചുറ്റും നോക്കി. ഞാൻ ചിരിക്കാന്ന് എങ്ങനെ അറിയാം? അവൻ അടുത്തെവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ള സംശയത്തിൽ പെണ്ണിന്റെ കണ്ണുകൾ ചുറ്റും പാഞ്ഞു. നീ എന്റെ നെഞ്ചിലല്ലേ പെണ്ണെ താമസിക്കുന്നത്? ആ ഹൃദയം മിടിക്കുന്നത് പോലും എനിക്ക് വേണ്ടിയല്ലേ? അപ്പൊ പിന്നെ ഞാൻ അറിയാതിരിക്കുമോ? എന്തിനെന്നറിയാതെ നേർത്തുപോയ അവന്റെ ശബ്ദമാകെ അവളോടുള്ള പ്രണയം നിറഞ്ഞു. അത് കേൾക്കെ ചുവന്ന താമരയോളം കൂമ്പിപ്പോയി പെണ്ണും. അമലു. അവൻ മെല്ലെ വിളിച്ചെങ്കിലും അവള് വിളി കേട്ടില്ല. കുഞ്ഞേ. ഉം. ഒന്നും കൂടി വിളിച്ചതും അവള് മെല്ലെ മൂളി. എത്തിയോ നിന്റെ കാവൽക്കാരി? അവന്റെ ആ ചോദ്യത്തിൽ അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു. എങ്ങനെ അറിഞ്ഞു? അവള് വിളിച്ചായിരുന്നോ? ഇങ്ങോട്ട് വരും മുന്നേ അവൾ സാറിനെ വിളിച്ചോ എന്നുള്ള ചിന്തയായിപ്പോയി പെണ്ണിന്. പിന്നെ പഠിക്കുന്ന സമയത്ത് വിളിച്ചിട്ടില്ല. പിന്നെയാ ഇപ്പോ. അപ്പോ ഞാൻ വിഷ്ണുവിനെ വിളിച്ചാണടി. അവനാ പറഞ്ഞത്. പറയുമ്പോൾ എത്ര വേണ്ടെന്ന് വെച്ചിട്ടും അവന്റെ ശബ്ദം ഒന്ന് കടുത്തു. അത് വിഷ്ണു പറഞ്ഞറിഞ്ഞ സിദ്ധുവിന്റെ കാര്യങ്ങൾ കേട്ടായിരുന്നു. ഒന്നും പൂർണ്ണമായി വ്യക്തമാക്കിക്കൊണ്ടായിരുന്നില്ല അവന്റെ സംസാരമെങ്കിലും പറഞ്ഞു പൂർത്തിയാക്കാത്ത ഒരുപാട് കാര്യങ്ങൾ അവന്റെ സംസാരത്തിൽ ഇടയ്ക്കിടയ്ക്ക് ബാക്കിയാവുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അവൻ വിട്ടുപോയ വരികളെയൊക്കെ പൂർണ്ണമാക്കാൻ ഇപ്പോൾ പറ്റുന്നുണ്ട്. പക്ഷെ അതെല്ലാം ശരിയാണെന്ന് ഉറപ്പിക്കണമെങ്കിൽ അവനെ മുന്നിൽ കിട്ടണം. പിന്നെ വിഷ്ണു ആയതുകൊണ്ട് തന്നെ പറയാതെ പറഞ്ഞ കാര്യങ്ങൾക്കുള്ളിൽ താൻ അറിയരുതെന്ന് ആഗ്രഹിക്കുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും. ആ ഓരോർമ്മയിൽ തൽക്കാലത്തേക്ക് അവനൊന്നും ചികഞ്ഞിറങ്ങാൻ നിന്നില്ല. അപ്പോ വിഷ്ണുവേണ്ണ അറിയായിരുന്നോ അവള് വരുന്നുണ്ടെന്ന്? പെണ്ണിന്റെ കണ്ണപ്പോൾ പുറത്ത് ചാടും പോലെയായി. അവൻ അവളെ വിളിച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നു. ഇനിയിപ്പോ അവൻ വിളിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ രമ്യയെ വിളിച്ച് നിന്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടേനെ. എന്തിന്? കുന്തത്തിന്. അവള് സ്വാഭാവികമായി ചോദിച്ച ചോദ്യമാണെങ്കിലും അവന് പെട്ടെന്ന് ദേഷ്യം വന്നു. എന്തിനാപ്പൊ ഈ ദേഷ്യം? പെണ്ണിന്റെ ശബ്ദത്തിൽ പെട്ടെന്ന് സങ്കടം നിറഞ്ഞു. അല്ല പിന്നെ, രാവിലെ ഒരു മെസ്സേജ്, ഇന്ന് വിളിക്കാൻ പറ്റില്ല, വീട്ടിൽ ആരാണ്ട് വരുന്നു എന്ന് പറഞ്ഞിട്ട്. ആകെ ദിവസത്തിൽ സന്തോഷം കിട്ടുന്നത് ആ ഒരു 5 മിനിറ്റാണ്. അപ്പൊ പിന്നെ അതും കൂടി ഇല്ലെന്നറിഞ്ഞാൽ? അവന്റെ ശബ്ദത്തിലും ആവോളം പിണക്കമുണ്ടായിരുന്നു. അത് പിന്നെ സിദ്ധുവേട്ടൻ വരുന്നത് കൊണ്ടല്ലേ? അവൻ വന്നാൽ എന്താ? ആര് വന്നാലും പോയാലും നമ്മുടെ സമയം നമുക്ക് തന്നെ ഉള്ളതാ. നീ ഇങ്ങോട്ട് വിളിച്ചില്ലായിരുന്നെങ്കിൽ രാത്രിയിൽ നിന്റെ അച്ഛന്റെ ഫോണിൽ വിളിച്ചാലും ഞാൻ നിന്നോട് സംസാരിച്ചേനെ. അവന്റെ പിണക്കം മാറാതെ തന്നെ അവനാ കട്ടിലിൽ തിരിഞ്ഞു കിടന്നു. അയ്യോ, അച്ഛനെയോ? പെണ്ണ് ബാക്കിയൊന്നും കേട്ടില്ലെന്ന് തോന്നി. അച്ഛനെ. പെണ്ണിന്റെ പരിഭ്രമം കേൾക്കെ അവന്റെ ചുണ്ടിലെ പുഞ്ചിരി തിരിച്ചെത്തി. എന്തേ? അച്ഛനെ എനിക്ക് വിളിക്കാൻ പാടില്ലേ? അയ്യോ, അങ്ങനെയൊന്നും വിളിക്കല്ലേ. വിളിക്കും. വിളിച്ചാ വിളിച്ചാ അച്ഛനോട് എന്ത് പറയും? നഖത്തിന്റെ തുമ്പ് കടിച്ചു പിടിച്ചുകൊണ്ട് പെണ്ണ് കണ്ണ് ചിതറി ഓടി പായിച്ചു. അച്ഛനോടോ? അച്ഛനോട് പറയാനാണോ കാര്യങ്ങളില്ലാത്തത്? എന്ത്? അതോ, അത് ഞാൻ അച്ഛനോട് പറയും. ഇത്തിരി നേരം ഇടയിൽ നിന്ന് നിശബ്ദത പോലും അവളെ കൊല്ലുന്നുണ്ടായിരുന്നു. അച്ഛനോട് ഞാൻ പറയും ഈ ആമ്പലൂട്ടി എന്റെയാണെന്ന്, എന്റെ മാത്രമാണെന്ന്. അവന്റെ ആ ശബ്ദം നേരെ ഹൃദയതന്ത്രികളിൽ വന്ന് തട്ടിയ പോലെ അവൾ ഒന്ന് പിടഞ്ഞു. കുറച്ചുകാലം മാത്രം ഞാൻ അച്ഛനെ നോക്കാൻ ഏൽപ്പിച്ച എന്റെ സ്വത്താണ് ആ കയ്യിലെന്ന് പറയും. അത് കഴിയുമ്പോൾ ഞാൻ വന്ന് ചോദിക്കുമ്പോൾ എന്റെ ഈ ഉള്ളം കയ്യിൽ വെച്ച് അവളെ എനിക്ക് തന്നേക്കണേന്ന് പറയും. അങ്ങനെ എന്റെ കയ്യിൽ കിട്ടിയാൽ കിട്ടിയാ കിട്ടിയാൽ പിന്നെ പറന്നു പോകില്ലേ? ആരെയും കാണാതെ ആരെയും കാണിക്കാതെ ഞാനും നീയും മാത്രമായൊരു സ്വർഗത്തിൽ. നേർമയായി എത്തിയ ശബ്ദത്തിൽ അവളുടെ കണ്ണുകൾ കൂമ്പിപ്പോയി. എനിക്ക് നിന്നെ എന്തിഷ്ടാന്നറിയാമലു.
എന്റെ ഹൃദയം പിടിക്കുന്ന പോലും നിനക്ക് വേണ്ടി മാത്രമാണ്. അവളെ നെഞ്ചിലേക്ക് അമർത്തി ആ നെറുകയിൽ ചുണ്ടു ചേർക്കുന്ന നിർവൃതിയിൽ അവന്റെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ അടർന്നു വീണു. അപ്പോ എന്നെ കേൾക്കുകയും വായിക്കുകയും ചെയ്ത എന്റെ കൂട്ടുകാർക്ക് കഥ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യണേ. നന്ദി.